ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി ആലോചിക്കുകയാണ്, എന്തിനാണ് അച്ഛനോട് പറയുന്നത്? ആ സൂര്യദാസിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞാലോ? അതായിരിക്കും നല്ലത്. നമുക്ക് പറയേണ്ട കാര്യം സൂര്യയുടെ മുഖത്ത് നോക്കി തന്നെ പറയാം എന്നും വിചാരിച്ച് നിധി നേരെ വീണ്ടും കണ്ണാടിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അതെ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അത് വേണോ? അത് വേണ്ട. ഞാൻ അങ്ങനെ സൂര്യൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അച്ഛനറിയും. അപ്പം അച്ഛന് സങ്കടമാവില്ലേ? ഇത് വല്ലാതൊരു പ്രശ്നമായല്ലോ. എങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആരോട് ബോധിപ്പിക്കും? എനിക്കാണെങ്കിൽ ഇതിനോട് വലിയ താല്പര്യമില്ല എന്ന് നിധി ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുഭാഷ് ആണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഫുഡ് ഇങ്ങനെ അനിയന്മാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹരീഷിനോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് വേണ്ടേ ഫുഡ്? ഇത് കഴിയട്ടെ ഏട്ടാ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഹരീഷ് ജോലിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ ഹരീഷിൻ്റെ വർത്തമാനം കേട്ടില്ലേ? അവൻ മെക്കാനിക്ക് പണിക്കാണ് പോകുന്നത്. അവിടെ വരുന്ന പെണ്ണുങ്ങളെയെല്ലാം നോക്കി വായ നോക്കാനല്ലേ നീ ഇങ്ങനെ തേച്ച് ഡ്രസ്സ് കിട്ടുകൊണ്ട് പോകുന്നത് ഹരീഷ് എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യടാ, അപ്പോൾ സുധീഷ് ഏട്ടൻ എന്നാ ചെയ്യുന്നത്? ഡ്രൈവറാണെന്നും പറഞ്ഞുകൊണ്ട് മുൻ സീറ്റിൽ വന്ന് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അതിൽ കയറുന്ന പെണ്ണുങ്ങളെയൊക്കെ വായ നോക്കലല്ലേ തൻ്റെയും ജോലി എന്നും പറഞ്ഞുകൊണ്ട് അനിയന്മാരിങ്ങനെ പറയാം. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു ബ്രോക്കറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. ചേട്ടാ, അതേ ബ്രോക്കറാണല്ലോ വരുന്നത് എന്ന് പറയാം. അങ്ങനെ ബ്രോക്കറും ഭയങ്കര ഹാപ്പിയോടുകൂടി തന്നെ, അതെ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്നവിടെ പറയുകയാണ്. എന്ത് സന്തോഷ വാർത്ത? അതെ, ആ പെണ്ണിന് സുഭാഷെ തന്നെ അങ്ങോട്ട് ബോധിച്ചുന്നേ. തന്നെയും തൻ്റെ വീടിനെയൊക്കെ കാണാൻ വേണ്ടി അവർ കുടുംബത്തോടെ വരുന്നുണ്ട്. ഇടിഞ്ഞപ്പോഴേക്കും ആണേട്ടാ, സത്യമാണ് പറഞ്ഞു. പിന്നെ അല്ലാതെ ഇത് കേട്ടാ നമ്മുടെ സുഭാഷിൻ്റെ അച്ഛനാണെങ്കിൽ വീട് കണ്ടാലും മതി, ഇപ്പം തന്നെ വരും, വന്ന പോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും. ഈ കല്യാണം നടക്കുമെന്ന് സംശയമാണ്. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? ഇത് നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ? അപ്പോൾ സുഭാഷ് അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ വേറെ അർത്ഥത്തിലല്ല. അല്ല, ഒരു അന്യനെ പോലെയല്ലേ നിങ്ങളുടെ അച്ഛനോട് സംസാരിച്ചത്, അതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളന്നേ. ഏതായാലും വീടൊക്കെ നല്ല വൃത്തിയാക്കി അടിപൊളിയായിട്ട് വെച്ചോ. ഉള്ള വീടിൻ്റെ ആ ഒരു ഭംഗി മാത്രം മതിയെന്നേ. പെണ്ണിൻ്റെ അച്ഛനും കൂട്ടുകാരൊക്കെ വരട്ടേന്നേ, അവർ വന്ന് ഇതൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബ്രോക്കർ അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നു നമ്മുടെ സുഭാഷിൻ്റെ മുറപ്പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, ഇപ്പോൾ വന്നു പോയത് ബ്രോക്കറാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും സുഭാഷിൻ്റെ ഏറ്റവും ഇളയ അനിയൻ പറയാം, അതെ, അതിനിപ്പോൾ എന്താണ്? ചേട്ടൻ്റെ കല്യാണമൊക്കെ എടുത്തല്ലോ, കല്യാണം ഉറപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ആണോ? അങ്ങനെയാണോ സംഭവങ്ങളെല്ലാം? അതെ, അങ്ങനെയാണല്ലോ സംഭവങ്ങൾ. ഇത് കേട്ടോണ്ടിരുന്ന നമ്മുടെ സുഭാഷിൻ്റെ അച്ഛനോട് പറയാം, നീ എന്തിനാ ഈ വീട്ടിലേക്ക് കയറി വന്നത്? നിന്റെ അമ്മ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ്? അത് പിന്നെ ഞാൻ വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ സുഭാഷിൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുകയാണ്. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട അമ്മാവ. അത് പിന്നെ അമ്മാവനോ? ആരാണ് നിന്റെ അമ്മാവൻ? നിന്റെ അമ്മ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ഒരു അന്യനെ പോലെ കണ്ടിരിക്കുന്നതെന്ന്. ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ അമ്മാവ കിമ്മാവ എന്ന് വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നത്? ഇറങ്ങിക്കോളാം ഇപ്പം തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് നമ്മുടെ ഈ മുറപ്പെണ്ണ് ഇങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് അടുപ്പിടിച്ച് നിർത്തിക്കുകയാണ്. അതെ, സങ്കടപ്പെടേണ്ട, കാര്യങ്ങൾ അറിയാലോ, എന്തിനാണ് അമ്മയെ ഇവർ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. കല്യാണം ഉറപ്പിച്ചോ? അവർ വന്ന് പോയിട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും നിന്നോട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ സുഭാഷ് ഏട്ടനും ആ പെണ്ണിനെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അനിയന്മാർ തമ്മിൽ ഇങ്ങനെ കണ്ണിറക്കി ഇങ്ങനെ കാണിക്കണം. കാരണം ഈ പെണ്ണിന് സുഭാഷിനെ നന്നായിട്ട് ഇഷ്ടമാണെന്ന് ശരിക്കും അറിയാം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ. എന്തായാലും നിന്നോട് ഞാൻ പറയാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരീഷ് കടയിലിരുന്ന് മെക്കാനിക്ക് പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹരീഷിന് ഇഷ്ടമുള്ള നീതു അങ്ങോട്ട് കയറി വരുന്നത്. ഹരീഷേട്ടാ, ഹരീഷേട്ടൻ്റെ പെണ്ണ് വരുന്നുണ്ട്, നീതു. അവൾ എൻ്റെ പെണ്ണെന്നോ? നീ അനാവശ്യം പറഞ്ഞു നിൽക്കരുത്, നീ കസര കൊണ്ട് അകത്ത് കൊണ്ട് ഇട്ടെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരീഷിൻ്റെ ആ ഒരു ഹെൽപ്പർ ആ കസാര എടുത്ത് നേരെ അകത്തേക്ക് ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്ക് നീതു അവിടെ വന്ന്, എന്താണ് നീ എന്തിനാ കസാര കൊണ്ട്
കസാരയും കൊണ്ട് പോകുന്നത്? കസാരയും കൊണ്ട് പോയതല്ല, നീതു വരുന്നത് കണ്ടു, അതുകൊണ്ട് നീതുവിനിരിക്കാൻ വേണ്ടി ഞാൻ കസാര എടുത്തോണ്ട് വന്നാണ്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആ കസാരയും കൊണ്ട് അകത്തേക്ക് വാടാ, അതല്ലേ നല്ലത്. നീ പുറത്തേക്ക് വാടാ, പുറത്തേക്ക് വന്നിരിക്കതേ, ഈ ഹരീഷിൻ്റെ മുന്നിൽ തന്നെ ഇട് എന്ന് പറയാം. അങ്ങനെ സ്റ്റൂൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, അതിൽ കയറി ഇരിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹരീഷിനാക്കി കാലി വരികയാണ്. കാലി വന്നിട്ട് തുറപ്പിച്ചിങ്ങനെ നോക്കുകയും ചെയ്യണം. എൻ്റെ ദൈവമേ, എന്തൊരു നോട്ടോടാ, എന്തൊരു പവറാണ് ആ നോട്ടത്തിന്. എനിക്കേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചൂടല്ലേ? ആ ചൂടോടെ ഈ മെക്കാനിക് ഷോപ്പ് ഇരുന്നാലേ മെക്കാനിക് ഷോപ്പ് ബോം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിപ്പോകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്തു ആണെങ്കിൽ, എൻ്റെ പൊന്നു നീതു, നീ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഹരീഷിൻ്റെ മനസ്സിലെ കല്ലാണ്. നമ്മൾ എത്ര കുത്തിയെടുത്താലും അതിൽ ഒരു തരി വെള്ളം പോലും ഉണ്ടാവില്ല. കരിങ്കല്ല്, തനി കരിങ്കല്ല്. അതുകൊണ്ട് മനസ്സ് മാറ്റാനായിട്ട് പറ്റേയില്ല. ആര് പറഞ്ഞു ഞാൻ മനസ്സ് മാറ്റാൻ പറ്റൂലെന്ന്? ആ കരിങ്കല്ല് ഞാൻ പൊട്ടിച്ചു, പ്രണയത്തിൻ്റെ പൂക്കൾ ഞാൻ വിരിയിക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഹരീഷിന് കാലി വന്നിട്ട് ഹരീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ നീതു ആണെങ്കിൽ, അല്ല ചന്തു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താണ് ഇങ്ങനൊരു മാറ്റം? അല്ലെങ്കിൽ എന്നെയാണ് ഇവിടെ നിന്ന് ഓടിക്കാറ്. ഇപ്പോഴത്തെ ഹരീഷ് തന്നെ ഇറങ്ങി പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേ എന്ത് ചെയ്യാനാണ്? നീതുവിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നറിയാം. ഈ ശല്യത്തിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി പോയിക്കോളാം എന്നും വിചാരിച്ചുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയത്. എടാ കൂടുതൽ വേണ്ടായേ എന്നും പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ സുഭാഷിൻ്റെ വീട്ടിൽ കുറേ അല്ലറ ചില്ലറ പണികളെല്ലാം ചെയ്യാൻ വേണ്ടി മേസ്ത്രിക്കാരെയൊക്കെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. ഇതെന്താ ചേട്ടാ? ഏതായാലും പെണ്ണ് കാണാൻ വേണ്ടി വരികയല്ലേ, പെണ്ണ് വീട്ടുകാർ വരികയല്ലേ, ആ സമയത്ത് വീടൊക്കെ ഒന്ന് ഒരുക്കി വെക്കാം, അതാണല്ലോ വേണ്ടത്. അതേതായാലും കൊള്ളാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആ കാണുന്ന ഗ്യാപ്പിലേക്ക് ഈ സിമെൻറ്റുകളെല്ലാം ഒന്ന് അടച്ചേക്കട്ടോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ അടക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വരുന്നു അമ്മായിയും അതേപോലെ തന്നെ വലിയച്ഛനും കൂടി ചാടിക്കരുത്ത് വരികയാണ്. നിർത്തണം അവിടെ, പണി നിർത്താനാ പറഞ്ഞത്. നിന്നോട് ആരോട് ചോദിച്ചിട്ടാടാ ഈ വീടിന് പണി തുടങ്ങാനായിട്ട് വെച്ചിരിക്കുന്നത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വീടിൻ്റെ മേളിൽ ഒരു പണി പോലും ചെയ്യരുതെന്ന്? കോടതി അങ്ങനെ ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്. എന്താ മക്കൾ അതെല്ലാം മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സുധീഷ് ആണെങ്കിൽ, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണ്, അത് കോടതി തീരുമാനിച്ച കാര്യമല്ലേ. അയ്യടാ, ആരവകാശപ്പെട്ട വീട്? കൂടുതൽ ഇതിനെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഈ വീട് അവകാശപ്പെട്ടതേ അല്ല. ഈ വീട്ടിൽ ഒരു പണിയും ചെയ്തു പോകരുതെന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങൾ സമ്മതിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കലപില ഭയങ്കര ഒച്ചപ്പാടാ. അപ്പം ഇത് കേട്ടോണ്ടിരുന്ന ഈ സുധീഷിൻ്റെ അച്ഛനാണെങ്കിൽ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കണ്ടില്ലേ, ഒരു അച്ഛനുണ്ട്, ഒരു വാക്ക് പോലും മിണ്ടാതെ ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ? അപ്പോഴേക്കും വലിയച്ഛൻ, അങ്ങേർക്കൊന്നും പറയാനുണ്ടായിരിക്കില്ല, അതുകൊണ്ടാ ഇറങ്ങിപ്പോയത്. ഇപ്പം മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഈ ഒരു വാശി ഇവിടെ അവസാനിപ്പിച്ചേര്. ഈ വീട് തൊട്ടു പോകരുത്. ശരി അമ്മായി, ഞങ്ങൾ ഈ വീട് തൊടുന്നില്ല, നിങ്ങളൊന്ന് പൊയ്ക്കോ. ശരി, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. സുഭാഷ് ഏട്ടാ, എന്ത് പരിപാടിയാണ് കാണിച്ചത്? അവർ വന്നിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് നമുക്കുള്ള വീടല്ലേ ഇത്? എന്തിനാ സുഭാഷ് ഏട്ടാ? സുഭാഷിനെ കാണാൻ വേണ്ടി ആ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വരുന്നതല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെക്കാനിക് പണിക്ക് ചെയ്യണ്ടേ? എടാ, അവരേതായാലും വരുന്നു. ഈ വൃത്തിയില്ലാത്ത വീട്ടിൽ ഇനി കോടതിയായി, കേസായി, പോലീസ് കേസായി, ഇനി അവരെയും കൂടി അതും കൂടി അറിയിക്കണം. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇനി ഈ കാര്യത്തിൽ ഒരു തർക്കം വേണ്ടാടാ, വിട്ടേര് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിടുകയാണ്. ചേട്ടൻ സമ്മതിക്കണം, പണിയെല്ലാം നിർത്തിവെക്ക് എന്ന് പറഞ്ഞ് ഇവർ സങ്കടത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ നിധിയെ കാണിക്കുകയാണ്. അപ്പോൾ നിധിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കണം, ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയാണ്. കല്യാണം വേണ്ട എന്ന് അച്ഛനോട് എൻ്റെ മുഖത്ത് നോക്കി പറയാനും പറ്റുന്നില്ലല്ലോ. അപ്പോൾ മോളെ നിധി എന്നും പറഞ്ഞ് വിളിക്കണം. വരുന്നു അച്ഛാ എന്ന് പറഞ്ഞ് നേരെ നിധി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളെ നിധി, അവരൊക്കെ വന്നിട്ടുണ്ട്, നീ ഇവിടെ വന്നിട്ടേ. അങ്ങനെ നിധി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഈ സൂര്യനാണെങ്കിൽ എന്തോ മസിലും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, ആരെയും കണ്ടിട്ടില്ല, വലിയ ഗമയാണ്. അപ്പോൾ സൂര്യ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ യാത്ര? ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഹോറിബിൾ അങ്കിളെ, ഇവിടെ ആർക്കും ഡ്രൈവിംഗ് ഒട്ടും അറിയില്ല.
എല്ലാവരുടെയും ലൈസൻസ് കട്ടാക്കിയിട്ട് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കണം, എന്നാലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. ഓഹോ, ഏതായാലും സൂര്യന് വളരെയേറെ സന്തോഷമായല്ലോ. ഏതായാലും നിങ്ങൾ പോയിക്കോ. അപ്പോൾ നമ്മുടെ നിധിയുടെ അച്ഛൻ വരുന്നില്ല എന്നും പറയണം. അച്ഛനിനി കല്യാണ സമയത്തും പാറ പൊട്ടിക്കാനായിട്ട് പോവോ എന്ന് സൂര്യൻ ചോദിക്കുകയാണ്. എടാ കൂടുതൽ തമാശയൊന്നും വേണ്ടേ. അങ്ങനെ നിധിയും വീട്ടുകാരും ഒക്കെ ഇറങ്ങാം. അപ്പോൾ നമ്മുടെ അരുണോട് പറയണം, അരുണേ ഏതായാലും നിധിയുടെ കൂടെ സൂര്യൻ ഇരുന്നാൽ മതി, നീ ഡ്രൈവ് ചെയ്തോ. അതിനെന്താ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുണും അരുണിൻ്റെ ഭാര്യയും കൂടി ഫ്രണ്ടിൽ കയറുകയാണ്. അപ്പോൾ നിധിയും അമ്മയും ബാക്കിൽ കയറുകയാണ്. അപ്പോൾ ഈ സൂര്യനാണെങ്കിൽ നിധിയുടെ അടുത്തേക്ക് ഇരുന്നപ്പോഴേക്കും നിധി മുട്ടിയിരിക്കുകയാണ് സൂര്യന്. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും സൂര്യന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സൂര്യന് ദേഹത്തിങ്ങനെ എന്തോ പറ്റിയതുപോലെ ഇങ്ങനെ തട്ടി ഇങ്ങനെ കളയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷിൻ്റെ അച്ഛനെയാണ്. സുഭാഷിൻ്റെ അച്ഛൻ കുറേ കുടിച്ചിട്ട് ലെക്ക് കെട്ടൊരവസ്ഥയിൽ വന്നിട്ട് നേരെ അമ്മയുടെ പെങ്ങക്കടെ ആ ഒരു വീടിൻ്റെ ഗേറ്റ് തല്ലി തകർക്കുകയാണ്. ഇറങ്ങി വാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്ലെടുത്തിട്ട് പടക്കാന്ന് പറഞ്ഞു ഒറ്റ ഏറിയാണ്. അപ്പോൾ ഈ പെങ്ങളും അതേപോലെ തന്നെ ചേട്ടനും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താണ് ഈ കാണിക്കുന്നത് ചോദിക്കണം. നീ എന്താ വിചാരിച്ചത്? എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ മക്കളോട് ഒന്നും ചെയ്യേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അത് എൻ്റെ മക്കളുടെ വീടാണ്, അവരവിടെ പെയിൻ്റ് അടിക്കും, ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, അതൊന്നും ചോദിക്കേണ്ട അവകാശം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ബഹളം. അയ്യടാ, അതിങ്ങനെ നിങ്ങളുടെ മകൻ്റെ വീടാകും, അതെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കോളാം, സ്വന്തം ഭാര്യനെയും കൊന്നിട്ട് പോലീസിൽ ജയിലിൽ പോയാൽ നിങ്ങളോടൊന്നൊക്കെ അത് പറഞ്ഞ് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കല ബഹളമാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.